എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീഹരി വിഷ്ണു. ഇന്ന് ആലപ്പുഴ ലളിതകല അക്കാഡമിയിൽ ഒരു എക്സിബിഷൻ വെക്കുകയുണ്ടായി, എൻ്റെ കറൻസി കളക്ഷൻ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ കറൻസി കളക്ഷൻ ഒന്ന് കാണാം. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്ന കറൻസിയുടെ തീം എന്ന് പറയുന്നത് 100 മുതൽ മുകളിലേക്കുള്ള അക്കങ്ങൾ വരുന്ന കറൻസികളാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ കറൻസികളൊക്കെ ഒന്ന് കാണാം. ഇത് അഫ്ഗാനിസ്ഥാന്റെ കറൻസീസ് ആണ്. ഇത് നിങ്ങൾക്ക് കാണാം, ഡിനോമിനേഷൻസ് 5000, 10000 ഒക്കെയാണ് നമ്മൾ വരുന്നത്. ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാം പറഞ്ഞു പോകുന്നില്ല. അങ്കോളയുടെ 5 ലക്ഷമാണ് ഈ കാണുന്ന ഡിനോമിനേഷൻ. ഇവിടെയാണെങ്കിൽ അർജന്റീനയുടെ 10000 നമ്മുടെ ഡിനോമിനേഷൻ. നമ്മൾ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ബെലാറസ് 1000, ഇല്ലെങ്കിൽ ഈ കറൻസിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഭൂട്ടാന്റെ 1000. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബൊളീവിയ എന്ന് പറയുന്ന രാജ്യത്തെ 10000 ഈ കറൻസി. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കംബോഡിയ 500, 1000 ഒക്കെയാണ് ഈ കറൻസികൾ കാണുന്നത്. ഇത് കംബോഡിയയിലെ ഒരു 10000ന്റെ കറൻസിയാണ് ഈ കാണുന്നത്. നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അയൽരാജ്യം ചൈനയുടെ ഒക്കെ കറൻസി കാണാം നമുക്ക്. ഈ കാണുന്നത് ഒരു അൺകട്ട് ഷീറ്റ് കറൻസിയാണ്. ഇത് ഒരു കറൻസിയിൽ തന്നെ നമുക്കൊരു 3 ഡിനോമിനേഷൻ ഉണ്ട്, 1, 5, 10. ഈ ഡിനോമിനേഷൻ ഒരു സിംഗിൾ ഷീറ്റ് കറൻസിയിലുള്ള ഒരു കമ്മമറേറ്റീവ് കറൻസിയാണിത്. ഇത് നമ്മുടെ ഒരു 50000, 1 ലക്ഷം ഡിനോമിനേഷൻ ഉള്ള കറൻസീസ് ആണ്. ഇത് അൺകട്ട് ഷീറ്റ് കറൻസിയിലെ വേറൊരു കറൻസി ആണിത്. ഇത് കമ്മമറേറ്റീവ് ആയിട്ട് ഇറക്കിയതാ. ഇത് മുറിക്കാത്ത കറൻസിയാണ്, ഒരേ ഡിനോമിനേഷൻ, പക്ഷെ സീരിയൽ നമ്പർ വെവ്വേറെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വഡോറിന്റെ ഒക്കെ 20000, 50000 ഒക്കെ കറൻസി കാണാം. ഇതെന്ന് പറയുന്നത് ഗോൾഡിൽ തന്നെയുള്ള കറൻസിയാണ്. ഗോൾഡ് മാത്രമുള്ള കറൻസി ഇതും. ഇത് വേൾഡ്സ് ഫസ്റ്റ് ഗോൾഡ് ആൻഡ് സിൽവർ ബാങ്ക് നോട്ടാണ്. ഇതിൽ സിൽവറിന്റെ ഷെയ്ഡ്സും ഗോൾഡ് ബാക്ക്ഗ്രൗണ്ടും വെച്ചിരിക്കുന്ന കറൻസിയാണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ റഷ്യ USSR ആയിരുന്ന സമയത്ത് സർക്കുലേഷനിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കറൻസിയാണ് ഈ കാണുന്ന കറൻസി. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ, ഞാൻ ഈ കളക്ഷന്റെ ഭാഗമല്ല എങ്കിലും ഞാൻ ഡിസ്പ്ലേയിൽ വെച്ചതേ ഉള്ളൂ. ഇതൊരു ഗോൾഡ് സ്റ്റാമ്പാണ്. ഇത് ലോകത്തിൽ ഏറ്റവും അക്കം കൂടിയ ഒരു കറൻസിയാണ്. ഇത് സിംബാബ്വേയുടെ $100 ട്രില്യൺ ആണ് ഇതിന്റെ കറൻസിയുടെ ഫേസ് വാല്യൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കഴിഞ്ഞിട്ട് 14 പൂജ്യമാണ് ഈ കറൻസിയുടെ ഫേസ് വാല്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇത് 10 ലക്ഷം കോടി എന്ന് വേണമെങ്കിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ഇത് ഹൈ ഡിനോമിനേഷൻ കറൻസീസിന്റെ തന്നെ 10 ട്രില്യൺ, 50 ട്രില്യൺ, 50 ബില്യൺ ഒക്കെ കറൻസീസ് ആണ് വരുന്നത്. നമുക്കിവിടെ വരികയാണെങ്കിൽ ഗ്രീസിന്റെ 10000ന്റെ ഡിനോമിനേഷൻ കാണാം. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം 5 ബില്യൺ, 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 500 കോടി രൂപയുടെ കറൻസിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇവിടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഹൈ ഡിനോമിനേഷൻ കറൻസീസ് ആണ്. അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ഇന്ത്യയുടെ കറൻസീസ് ആണ്. ഇന്ത്യയുടെ കറൻസി എന്ന് പറയുമ്പോൾ നമ്മൾ പരിചിതമായ കറൻസീസ് ആണ്. 100, 200, 500, 1000, 2000. ഇപ്പം നമ്മൾ ഈ 500 എന്നൊക്കെ പറയുന്നത് നമ്മൾ ആദ്യത്തെ സമയത്തുള്ളത്, പിന്നീട് ഓരോന്ന് മാറിയതനുസരിച്ച് ഇറങ്ങിയതാണ്. 1000 നിർത്തിപ്പോയി, 2000 ഇപ്പൊ ഡിമോണിറ്റൈസ് ചെയ്തു. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ ഡിനോമിനേഷൻ കറൻസീസിൽ നമുക്ക് യുഗോസ്ലാവിയ ഒക്കെ കാണാം. ഇത് എന്ന് പറയുന്നത് 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി, 100 കോടി, 1000 കോടി. 5000 കോടി രൂപ ഒറ്റ കറൻസിയിലുള്ള കറൻസിയാണിത്, യുഗോസ്ലാവിയ. ഇതേപോലെ ഹൈ ഡിനോമിനേഷൻ കറൻസീസ് ആണ്. ഇത് നിക്കോള ടെസ്ലയുടെ കറൻസിയാണ് ഈ കാണുന്ന കറൻസി. തൊട്ടിപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ മനോഹരമായി ഇന്തോനേഷ്യയുടെ കറൻസീസ് ഒക്കെ കാണാം. നമുക്ക് അതോടൊപ്പം തന്നെ താഴെ യുഗോസ്ലാവിയയുടെ ഈ ഹൈ ഡിനോമിനേഷൻ കറൻസീസ് ഒക്കെ കാണാം. ഇവിടെ നമുക്ക് 10000, 20000, 50000, 1 ലക്ഷം ഒക്കെയുള്ള ഇന്തോനേഷ്യയുടെ നിലവിലെ യൂസിങ് കറൻസീസ് ഒക്കെ കാണാം. ഇത് വളരെ പരിചിതമായ വ്യക്തിയാണ്, ഇറാന്റെ നേതാവാണ്. അദ്ദേഹത്തിന്റെ കറൻസിയാണ് 10000, 20000 ഒക്കെ ഡിനോമിനേഷൻസ് ആണ്. ഇതെന്ന് പറയുന്നത് ഇറാന്റെ 20000, 50000, 1 ലക്ഷം, 5 ലക്ഷത്തിന്റെ ഒക്കെ കറൻസീസ് ആണ്. നമ്മൾ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ വ്യക്തിയാണ് നമ്മുടെ സദ്ദാം ഹുസൈൻ. അദ്ദേഹത്തിന്റെ സീരീസ് കറൻസീസ് ആണ് ഈ കാണുന്നതൊക്കെ. ഇതിന്റെ മറുവശവും പുറവശവും ഉണ്ട്. അതിൽ ഒരു സൈഡിൽ സദ്ദാം ഹുസൈനും മറ്റു വശത്ത് അതിന്റെ ഇറാനിലെ ഓരോ കമ്മമറേറ്റീവ് ഏരിയസിനെയാണ് അതിൽ ആദരസൂചകമായി ആലേഖനം ചെയ്തിട്ടുള്ളത്. ഇതെന്നൊക്കെ പറയുന്നത് വിയറ്റ്നാമിലെ 20000, 5000, 10000 പോലുള്ള കറൻസീസ് ആണ്. ഇതിലൊക്കെ
പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന സീരീസ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ പോളിമർ കറൻസീസ് ആണ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ജപ്പാൻ 1000, കെനിയ 100, ഇല്ലേ നമ്മുടെ നോർത്ത് കൊറിയ. അവരെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്ന ഒരു രാഷ്ട്രമാണ്. അവരുടെ 1000, 5000, 10000, ഇതിൽ 5000, 10000, 2000, 1000, 20000 എന്നൊക്കെ പറയുന്ന ഡിനോമിനേഷൻസ് കറൻസീസ് ഉണ്ട്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ലാവോസിന്റെ 10000 കാണാം. ഞാൻ എല്ലാ കറൻസിയും പറയുന്നില്ല, എങ്കിലും ഞാൻ വളരെ രസകരമായ ഡിനോമിനേഷൻസ് മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഇതൊക്കെ ഉസ്ബെക്കിസ്ഥാൻ 5000, 10000. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്സംബർഗിന്റെ ഒരു 100 കറൻസി കാണാം. തൊട്ടിപ്പുറത്ത് പരിചിതമായ പേരാണ് ഉഗാണ്ട, അവിടുത്തെ ഒരു 1000 രൂപ നമുക്ക് കാണാം. തൊട്ടിപ്പുറത്ത് നമുക്ക് തുർക്കിയുടെ നമ്മുടെ ഇത് 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷത്തിന്റെ ഒരു കറൻസി കാണാം. അതിന്റെ മുകളിലുള്ള കറൻസി ഉണ്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മ്യാൻമറിന്റെ ഒരു 1000 കാണാം. നമ്മുടെ അയൽരാജ്യം നേപ്പാളിന്റെ ഒരു 100 നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ സിറിയയുടെ 500, 2000, 100 ഒക്കെ നമുക്ക് കാണാം. നമ്മുടെ അയൽരാജ്യം പാകിസ്ഥാന്റെ ഒരു 100 നമുക്ക് ഇവിടെ കാണാം. ഇപ്പുറത്താണ് നമ്മുടെ സുഡാന്റെ ഒരു 500, 1000 ഒക്കെ നമുക്ക് കാണാം. ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് പെറുവിന്റെ 5000, 10000 ഒക്കെ നമുക്കൊന്ന് കാണാം. ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് സൊമാലിയയുടെ 20000, 50000 കറൻസി നമുക്ക് കാണാം. ഇവിടെ വരികയാണെങ്കിൽ റൊമാനിയയുടെ ഒരു 10000 ഒക്കെ നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ നമുക്ക് റവാണ്ട 500, നമ്മുടെ USSR ആയിരുന്ന സമയത്ത് റഷ്യയുടെ ലെനിൻ അദ്ദേഹത്തിന്റെ പടം ആലേഖനം ചെയ്തിട്ടുള്ള കറൻസീസ് ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പം ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.